നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളുകയും അശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടത്തുകയും ചെയ്ത നാഷണൽ ഹൈവേ കരാർ കമ്പനിക്ക് 1,00,000 രൂപ പിഴ ചുമത്തി. മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ അങ്ങേയറ്റം നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുടെ കരാർ ഏറ്റെടുത്ത വിശ്വസമൃദ്ധ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 1,00,000 രൂപ പിഴ ചുമത്തിയത്. പാപ്പിനിശ്ശേരി തുരുത്തിയിലുള്ള വർക്ക് സൈറ്റിലും തൊഴിലാളികളുടെ താമസ സ്ഥലത്തും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണശാലയിലെ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട നിലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു. പരിസരവാസികളുടെ പരാതി തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയത്. ഭക്ഷണശാലയിലെ മലിനജലം നേരിട്ട് പുഴയോരത്തെ കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു. കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, സിമന്റ് ചാക്കുകൾ, കയ്യുറകൾ, കുടിവെള്ള കുപ്പികൾ എന്നിവയും കണ്ടൽക്കാട്ടിൽ നിക്ഷേപിക്കുന്നതായും കണ്ടെത്തി. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് പിറകിൽ സെപ്റ്റിക് ടാങ്ക് പൈപ്പ് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് വിശ്വസമുദ്ര കമ്പനിക്ക് 50,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. കണ്ടൽക്കാട്ടിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ 7 ദിവസത്തിനകം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യാനും സ്ക്വാഡ് നിർദ്ദേശിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ PP അഷ്റഫ്, EP സുധീഷ്, KR രാജകുമാർ, ഷെരിഗുൽ അൻസാർ, N പ്രീജിത്ത്, T ദിവാകർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.